വൈഷ്ണയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു യുവമുഖം തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുമ്പോൾ വൈഷ്ണയെ CPM എത്രത്തോളം ഭയക്കുന്നു എന്നതിന്റെ നേരുദാഹരണമാണ് വൈഷ്ണയുടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കാൻ CPM നടത്തിയ നീക്കം. ഇപ്പോൾ പുതുതായി പുറത്തു വന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ട് ഇടപെട്ടാണ് വൈഷ്ണയുടെ വോട്ട് തള്ളിക്കാൻ ശ്രമിച്ചത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. CPM ഉയർത്തിപ്പിടിക്കുന്ന കപട സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മാറുകയാണ് വൈഷ്ണയ്ക്കെതിരെ CPM നടത്തിയ നാലാംകിട രാഷ്ട്രീയ കളി. വൈഷ്ണയ്ക്കെതിരെ മാത്രമല്ല, കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ UDFന്റെ വനിതാ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്താൻ, അവർക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ CPMകാർ എന്നും മുൻപന്തിയിൽ ഉണ്ടാവാറുണ്ട്. ഈ സൈബർ മേഖലയിലടക്കം സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്ന അല്ലെങ്കിൽ CPM വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ആളുകളെ ക്രൂരമായി യാതൊരു ഉളുപ്പും മടിയും ലജ്ജയുമില്ലാതെ വ്യക്തിഹത്യ നടത്തുന്ന CPM ഒരു സ്ഥിരം പല്ലവിയാക്കിയിരിക്കുകയാണ്. എന്തായാലും കേരളീയ സമൂഹം ഇതെല്ലാം നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം പോലെയുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരസഭയ്ക്കകത്ത്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരസഭയ്ക്കകത്ത് ഇത്തരമൊരു സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിയധിക്ഷേപം നടത്തുന്നത് ഒരിക്കലും ഭൂഷണമല്ലെന്ന് CPM തിരിച്ചറിയണം.